ഓഹോ വന്നു. എടോ തനിക്ക് എന്താ പറ്റിയേ? മണം, ബിരിയാണിയുടെ മണം എന്നെ ഇങ്ങോട്ട് പൊക്കി കൊണ്ടുവന്നു. പിന്നെ പൊക്കി കൊണ്ടുപോകും. സൂപ്പർ ടേസ്റ്റ്. സാർ, സാർ ഉണ്ടാക്കിയിട്ട് സാറ് തന്നെ അത് കഴിച്ച് സൂപ്പർ എന്ന് പറയുന്നത് ശരിയല്ല സാർ. ഇപ്പൊ ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ട് ഞങ്ങൾ എല്ലാരും ടേസ്റ്റ് നോക്കിയിട്ട് അതെങ്ങനെയുണ്ടെന്ന് പറയാം. നോ, ആദ്യം എന്റെ മകൻ തന്നെ കഴിക്കണം. അവൻ ചിലപ്പം കുറച്ച് ബാക്കി വെക്കുമായിരിക്കും. അത് നിങ്ങൾ എടുത്ത് കഴിച്ചോ. അല്ല, എവിടെ ടിഫിൻ ബോക്സ്? ഇവിടെയുണ്ട്. ഇങ്ങോട്ട്. അല്ല, എന്താ ഇത്? എന്തിനാ നിങ്ങൾ നിലത്തുനിന്ന് എണീറ്റ് വരുന്നേ? അത് വേറെ ഒന്നല്ല മിസ്, ബെഞ്ചിലിരുന്ന് പഠിക്കണേക്കാളും നല്ലത് തറയിരുന്ന് പഠിച്ചാ നല്ലോണം മെമ്മറിയിൽ നിൽക്കുന്നാ പറയുന്നത്. ആരാ അങ്ങനെ പറഞ്ഞേ? എന്റെ അച്ഛമ്മ പറഞ്ഞാണ് മിസ്. നമുക്ക് കാണാം. നിന്റെ ബിൽഡപ്പ് ഒക്കെ കുറച്ച് കൂടുന്നുണ്ട്. എക്സാം ഒന്ന് കഴിഞ്ഞോട്ടെ, നിന്റെ മാർക്സ് ഒക്കെ നോക്കിയിട്ട് ബാക്കി പിന്നെ പറയാം. മാഡം, നോ ഡൗട്ട് ഞാനാണ് ഫസ്റ്റ് വരിക. ഞാനായിരിക്കും ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാം. ഓ, എന്നോട് മത്സരിക്കുക? എല്ലാവരും നല്ലോണം പഠിച്ച് നന്നായിട്ട് എഴുതി നല്ല മാർക്സ് വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷം തന്നെയാ. പക്ഷെ അതിന് എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ മിസ്. എടാ, കുറച്ച് സമയം കഴിഞ്ഞ എന്റെ അച്ഛൻ ചിക്കൻ ബിരിയാണി കൊണ്ട് വരുവാടാ. ഞാൻ നിനക്ക് അതിന്ന് കുറച്ച് ചിക്കൻ ബിരിയാണി തരാട്ടോ. എടാ, എനിക്ക് ഇനിയും വിശപ്പ് തീർന്നിട്ടില്ലടാ. ഇനിയും തീർന്നില്ലേ? കവിൻ കഴിക്കാൻ വരുന്നില്ലേ? എന്റെ അച്ഛനെ കാണുന്നില്ലടാ. അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അല്ല, നീ ലഞ്ച് കൊണ്ടുവന്നായിരുന്നോ? ഓ, ഞാൻ കൊണ്ടുവന്നല്ലോ. ഇത് കണ്ടില്ലേ? ഞാൻ സ്കൂൾ ബാഗ് ചിലപ്പോ മറന്നുപോയിന്ന് വരാം, എന്നാൽ ലഞ്ച് ബാഗ് മാത്രം ഒരിക്കലും മറക്കില്ല. എത്ര പേർക്കുള്ളതുണ്ടാ ഇതില്? എനിക്ക് മാത്രം ഉള്ളടാ. ഡാ, ഇത്ര വലിയ ബാഗിൽ ഭക്ഷണം കൊണ്ടുവന്നിട്ട് പിന്നെന്തിനാടാ നിലയുടെ വെജ് ബിരിയാണി എടുത്ത് കഴിച്ചത്? അത് എന്റെ വീട്ടില് എനിക്ക് ഇഷ്ടമില്ലാത്ത തക്കാളി ചോറാടാ ഉണ്ടാക്കി തന്ന്. അതുകൊണ്ടാ ബിരിയാണി എടുത്ത് ഞാൻ കഴിച്ചത്. എടാ, നില വന്നടാ. ആ നിലയുണ്ടല്ലോ, ലഞ്ച് ബോക്സ് ആണെന്ന് വിചാരിച്ച് എംറ്റി ബോക്സ് തുറക്കാൻ പോവാ. അതിലൊന്നും ഇല്ലെന്ന്, അത് കാലിയാണെന്ന് അവൾക്കറിയാൻ പറ്റില്ലടാ. ഇന്നെന്റെ ലഞ്ച് ഫ്രൈഡ് റൈസ് ആണില്ല. നിന്റെ ലഞ്ച് എന്താ? എനിക്ക് വേണ്ടി എന്റെ മുത്തശ്ശി വെജ് ബിരിയാണി ഉണ്ടാക്കി തന്നത്. എനിക്ക് വെജ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണില്ല. എനിക്ക് കൂടി തരുമോ? ഓക്കെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. തുറക്കാൻ പറ്റുന്നില്ല. എന്താടി ലഞ്ച് ബോക്സിലൊന്നും കാണാത്തത്? അറിയില്ലടി, എന്റെ മുത്തശ്ശി എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വെജ് ബിരിയാണി കാണാനില്ലടി. ഇനി ഇങ്ങനെ ലഞ്ച് വെക്കാൻ മറന്നതാണെങ്കിലോ? അല്ല ശ്വേത, എന്റെ മുത്തശ്ശി രാവിലെ വെജ് ബിരിയാണി ഉണ്ടാക്കി
ലഞ്ച് ബാഗിൽ വെച്ചതാ. ഞാൻ എന്നെ കണ്ണുകൊണ്ട് കണ്ടതാ. പക്ഷെ അതിപ്പോ എവിടെ പോയെന്ന് അറിയില്ലല്ലോ. എടാ രാഹുലെ അങ്ങോട്ട് നോക്കടാ. നിന്റെ ടിഫിൻ ബോക്സ് വന്നിട്ട് അന്തം വിട്ട് നിക്കുക. അതവൾക്ക് ആവശ്യം തന്നെയാടാ. എത്ര പ്രാവശ്യം അവള് നമ്മളെ കളിയാക്കി ചിരിച്ചിട്ടുണ്ടാവും. അതിന് കൊടുത്ത പണിഷ്മെന്റാ അവൾ വിശന്നോണ്ടിരിക്കുന്നത്. സാരില്ല നില, നമുക്ക് രണ്ടുപേർക്ക് എന്റെ ലഞ്ച് ഷെയർ ചെയ്യാം. എന്താ? ഇല്ല, എനിക്ക് വേണ്ട. കണ്ടില്ലടാ ശ്വേതയുടെ കാര്യം. നമുക്ക് അബദ്ധം പറ്റിയടാ. അവളുടെ ഭക്ഷണം കൂടി നമ്മളെടുത്ത് കഴിക്കണ്ടായിരുന്നു. കറക്റ്റാടാ. നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് കഴിച്ചാലോ? ഇല്ല, സാരില്ല ശ്വേത, നീ കഴിച്ചോ. എന്നാലും എന്റെ ബിരിയാണി എവിടെ പോയെന്ന് അറിയില്ലല്ലോ. എന്തിനാണ്ട മിസ്സിനെ വിളിക്കുന്നത്? എടാ ലഞ്ച് കാണുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യാടാ. എന്താ ശ്വേത? മിസ്, നിലയുടെ ലഞ്ച് ബോക്സിൽ ഉണ്ടായിരുന്ന വെജ് ബിരിയാണി ആരും എടുത്ത് കഴിച്ചു. ഇപ്പൊ അവള് വിശന്നിരിക്ക. നില, വീട്ടിൽ നിന്ന് നിനക്ക് ലഞ്ച് തന്നു വിട്ടായിരുന്നോ? തന്നെ വിട്ടതാ മിസ്, പക്ഷെ ഇപ്പൊ കാണാനില്ല. കാണാനില്ലെന്നോ? എടാ, മിസ്സിന്റെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കുക. കണ്ടില്ലേടാ, ഞാൻ പറഞ്ഞില്ലേ മിസ്സിനെ വിളിച്ചു കൊച്ചു പിള്ളേരെ പോലെ കംപ്ലൈന്റ് ചെയ്തോണ്ടിരിക്കുക. ഉണ്ടപ്പുരി, നമ്മളിവിടെ വെജ് ബിരിയാണി മുഴുവൻ തീർത്തത് മിസ് അറിഞ്ഞ അടി കിട്ടില്ലേ? കുട്ടികളെ, നിലയുടെ ലഞ്ച് ആരെങ്കിലും കഴിച്ചായിരുന്നോ? നോ മിസ്. എടാ കവനെ, ആ നിലയുടെ ലഞ്ച് ബോക്സിൽ ഉണ്ടായിരുന്ന ആ വെജ് ബിരിയാണി നമ്മളെ അടുത്ത് കഴിച്ചെന്ന് മിസ്സറ്റ് അറിഞ്ഞ നമ്മളെ ഒരു വഴിയാക്കൂടാ. കുറച്ചു നേരത്തേക്ക് ആ വായം തുറക്കല്ലേ. നീ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുമല്ലോ. എടാ ഞാൻ വിട്ടാലും മിസ് നമ്മളെ വിടുന്ന ലക്ഷണമില്ലടാ. നീ ഇപ്പം ഉണ്ടായിരുന്നല്ലേ ഒറ്റ ഇടി വെച്ചെറിഞ്ഞ്. വെജ് ബിരിയാണി എടുത്ത് കൊറേ വലിച്ചു വാരി കേറ്റിയില്ലേടാ. അന്നേരം അറിയില്ലായിരുന്നോ? അപ്പൊ ഉണ്ടായിരുന്ന വിശപ്പ് കൊണ്ടും വെജ് ബിരിയാണിയുടെ വിശപ്പ് കൊണ്ടും ബിരിയാണി മിസ് ചെയ്യരുതെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അല്ലാതെ മിസ് നമ്മളെ കണ്ടുപിടിച്ച എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലടാ. അതറിയാലോ, അപ്പൊ മിണ്ടാതിരിക്കി. ബിരിയാണി കണ്ടപ്പോ വാരി തിന്നാൻ ഒരു മടിയില്ലായിരുന്നല്ലോ. എടാ എങ്ങനെയെങ്കിലും മിസ്സിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഐഡിയ പറഞ്ഞതാടാ. എടാ ഉണ്ടപ്പുരി, ഒച്ച ഉണ്ടാക്കാതെ നീ കാഷ്വൽ ആയിട്ട് തക്കാളിച്ചോറ് കഴിച്ചതുപോലെ അഭിനയിക്ക്. സ്റ്റുഡൻസ്, ആരെങ്കിലും നിലയുടെ ലഞ്ച് ബോക്സ് എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞോ? ഇല്ല